കൊലപാതകത്തിനും പ്രേതം പോലും പുറത്തു കാണിക്കാതെ തെളിവ് നശിപ്പിച്ചതിനും ഈ പ്രതിക്കൂട്ടി നിൽക്കുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രതിഭാഗം നൽകിയ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ടെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിച്ചുകൊള്ളുന്നു. കേസിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട. അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ഉടനെ ജാമ്യത്തിൽ നിൽക്കും. ഓക്കെ? നമ്മുടെ ഉള്ളിയെ കൊന്നു ഇവനാ. ബാലു, ഈ സിറ്റിയിൽ വെച്ച് പട്ടിയെപ്പോലെ നിന്നെ തല്ലിക്കൊല്ലുന്ന ആളാണ് ഞങ്ങൾക്ക് വയ്യ. ഒരിക്കൽ നീ ഈ കാക്കി ഉടുപ്പിട്ട് നടന്നവനല്ലേ, അതുകൊണ്ട് ഇനി ഞങ്ങളെ നാണക്കെടുത്ത് അർപ്പിക്കൂ. എവിടേക്കെങ്കിലും വയ്ക്കോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ഉഷയെ ഒന്ന് കാണണം. വേണ്ട, മുംബൈ പോലീസുകാരെ എനിക്കിഷ്ടമല്ല. എന്റെ മകളുടെ സാക്ഷ്യത്തിന് വഴങ്ങി ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇനി അത് പറ്റില്ല. എനിക്ക് ചിലത് പറയാനുണ്ട്. കേൾക്കണ്ട. മേലാൽ അവളെ അന്വേഷിച്ച് നിങ്ങൾ ഈ വീട്ടിൽ വന്നു പോരും. ആ ബന്ധം നടക്കില്ല. നടക്കും സാർ. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ഇല്ല, അവളുടെ അച്ഛൻ ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കില്ല. താൻ എന്തിനാ ഭാവം? എനിക്ക് ഉഷയോട് സംസാരിക്കണം. അവളെ കണ്ടിട്ടേ ഞാൻ പോകൂ. അവളുടെ അച്ഛനെ ധിക്കരിച്ച് തന്നെ സ്വീകരിക്കുന്നു കരുതണ്ട. അങ്ങനെ ഒരു മകൾ എനിക്കില്ല. ഉഷ ഇത് കേട്ടില്ലേ? ഇനി എന്ത് കേൾക്കാൻ? ജാമ്യത്തിലല്ലേ ഇയാൾ ഇറങ്ങി വന്നത്? കേസ് കിടപ്പല്ലേ? അങ്ങനെ ഒരു കൊലയാളിക്ക് എന്റെ മകളെ ഞാൻ കൊടുക്കില്ല. ഉഷേ, ഇറങ്ങി പോണം മിസ്റ്റർ. എടാ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇല്ല. ഒരു പട്ടിയും കൊന്നിട്ടില്ല. ഇല്ല. പിന്നെ ആരെ പേടിച്ച് ഞാൻ താമസം മാറ്റണം? ഞാൻ വീട് മാറണ്ട. മാറണ്ട. ഇവിടെ തന്നെ താമസിക്കും. താമസിക്ക്. ഞാൻ പറയുന്നു തന്നെ തിരിച്ചു പറയുന്നു. കള റാസ്കൽ, നിനക്ക് വട്ടാണതാ. കൊള്ളാം. അങ്ങനെ വല്ലതും പറ. നീ വെക്കുന്നുണ്ടോ പാതിരയ്ക്ക് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കാതെ? ഓ സോറി, നിനക്ക് ഉറങ്ങണമല്ലേ? ഞാനത് മറന്നു. അല്ലെങ്കിൽ നിന്റെ കെട്ടിയോടെ നിന്നെ വഴക്ക് പറയല്ലേ? എന്നെ ആരും പറയില്ല. ആരും. ഹലോ, യെസ്, ആരാ? നിന്റെ തന്ത. എന്തായി പറയുന്നത്? ഇപ്പോഴോ? ആരാ ചേച്ചി? അത് ജ്യോതി പോയി കിടന്നോളൂ. ഇവിടെ എന്താ കുഴപ്പം? എനിക്കറിയാം. ആ ഇല്ലത്തിന്റെ അടുത്തുള്ള വീടല്ലേ, ഞാൻ വരില്ല. ഇതിനേക്കാൾ നാറിയ തേർഡ് റേറ്റ് ലോഡ്ജ് മുറി തന്നെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളോടി. വേണ്ട, ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. എടി, എനിക്ക് കേൾക്കണ്ടാന്ന്. മാറി. I'm sorry.
വണ്ടി വിടൂ. സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഇതാണോ എന്നെ കാണാമെന്ന സ്ത്രീ? എങ്കിൽ ഇത് വെറും സ്ത്രീയല്ല, കോൺട്രാക്ടർ വിശ്വനാഥൻ മലയാളിയുടെ ഏക മകൾ ഉഷ MA. ഇനി ഇവിടെ പരിചയപ്പെടുത്താം. സീത, നാട്ടുകാരും വീട്ടുകാരും വെറുത്ത സ്നേഹിച്ച പെണ്ണുപോലും ഉപേക്ഷിച്ച ഈ കൊലയാളിയെ ഇവൾ സ്വീകരിച്ചു. കിടക്കാനൊരുടം തന്നു, പിന്നെ പിന്നെ എല്ലാം തന്നു. എന്തായി കാണിക്കുന്നത്? രാത്രി മുഴുവൻ കുടിച്ചുല്ലേ, ഉറങ്ങാതെ? ഉറങ്ങാനാടി നിന്നെ വിളിച്ചത്, എന്നെ ഉറക്കാൻ. വാ. വാതിലടയ്ക്കണ്ടേ? വേണ്ട. പുറത്തൊരാളിരിക്കുന്നു. ആദ്യം നീന്താടി ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്? അതെ, ആ ഇല്ലം അവിടെയുള്ളവരെല്ലാം എനിക്കറിയാം. അവര് കാണ്ടാച്ചിട്ടാ. ഓ, എന്താടി കണ്ടാല്? നാണവും മാനവും കണ്ട നിനക്ക് പേടിയോ? സാറിന് മനസ്സിലാവില്ല. ജാതിയിൽ താഴെയാണെങ്കിലും മുമ്പ് ആ ഇല്ലത്തെ ഒരംഗം പോലെ കഴിഞ്ഞവളാ ഞാൻ. പാട്ടും കളിയും ശ്ലോകം ചൊല്ലലും എന്തൊരു സന്തോഷായിരുന്നു അന്നവിടെ. എല്ലാം പോയി. പ്രാന്തളകിയ അന്തർജനം, വയ്യാണ്ടായ തിരുമേനി, രാവും പകലും അവരെ നോക്കി ദിവസം എണ്ണിക്കഴിയുന്ന മകൾ. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നത് സാറിനറിയാലോ. എന്തോന്ന് ഞാൻ മറക്കാൻ ശ്രമിക്കുന്നു, അവൻ എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇറങ്ങിപ്പോ. സാർ, ഈ പാതിരായ്ക്ക് ഞാൻ നേരം വെളുത്തിട്ട് പൊയ്ക്കോളാം. അതുവരെ ഇവിടെ പുറത്തെവിടെയെങ്കിലും പോയി കിടക്കടി.
അവള് പോയി. ഇവിടെ നിന്നാ കുളിച്ചു മാറിയത്. ആളുകൾ പറയണത് വെറുതെ അല്ല കേട്ടോ. അവള് പിഴയാ, പോലീസ് സേവക്കാരിയാ. പാട്ടി ഒരപേക്ഷയുണ്ട്. തനിച്ചാവുമ്പോ എന്താ അച്ഛാ വിളിച്ചോളൂ, പട്ടിയെന്നോ പൂച്ചയെന്നോ. പക്ഷേ ആളുകളുടെ മുമ്പിന്ന് തിരുമേനിന്ന് എന്നെ വിളിക്കണം കേട്ടോ. തന്റെ മേനി കണ്ട അങ്ങനെ തോന്നണ്ടേ? കഷ്ടാണേ. എപ്പോഴാ അവിടെ പോയത്? ഇപ്പോ ഇല്ലത്തേക്കാ. രാധയുടെ പഴയ കൂട്ടുകാരിയല്ലേ, അവിടെ നിന്ന് ഡാൻസ് പഠിച്ചിരുന്നു മുമ്പ്. രാധ. അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. എന്താ ചെയ്യാ, ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ല. അവർ തച്ചു കൊല്ലേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് അഴിച്ചു വിട്ടാൽ വെട്ടുകത്തി എടുത്ത് പുറത്തേക്ക് ഓടും. കൊല്ലും എന്ന് പറഞ്ഞു. അച്ഛൻ തിരുമേനി എവിടെ? വക്കീലിനെ കാണാൻ പോയി. കഴിഞ്ഞില്ലേ കേസ്? ഇല്ല, ഇനിയും കോടതി ഉണ്ടല്ലോ. എന്റെ അനിയനെ കൊന്നവരെ അങ്ങനെ വിടില്ല, എല്ലാം വിറ്റ് നശിച്ചാലും. ആ അതിരിക്കട്ടെ, സീത ഉടനെ ഇത്ര കാലത്ത്? ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഇരിക്കെ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. എനിക്കൊന്നും വേണ്ട. എത്ര കാലമായിട്ട് കണ്ടിട്ട്? ഞാൻ പെട്ടെന്ന് വരാം. ഞാൻ വന്ന കാരണം പഠിപ്പ് മുടങ്ങിയ കുട്ടികളെ കളിച്ചോളൂ, ഞാൻ ചൊല്ലിത്തരാം. വായിക്ക്, ഇനി ഇവൻ കൊട്ടിയാൽ ശരിയാവില്ല. വന്നിരിക്കുന്ന കൂട്ടുകാരൻ ചെല്ല്. ഇവരുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. കുട്ടികളാവുമ്പോ ഇത്തിരി കുസൃതിയൊക്കെ വേണ്ടേ? ഇത് കുസൃതിയല്ല. നീ കരയാണോ? വെറുതെ ഓരോന്ന് ഓർത്തിട്ടാ. അങ്ങനെ മറക്കാൻ പറ്റുമോ സീറ്റ്? എനിക്ക് എന്റെ ഉണ്ണിയെ, എന്റെ അനിയനെ ആ പോയത് എനിക്കൊരു സംശയം. സംശയിക്കേണ്ട വാസു, ബലറാം സാർ തന്നെ കരടി പിടിക്കുമോ നമ്മളെ? ലോറി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞോ? സാർ മാസാവസാനം ശമ്പളം കിട്ടാൻ ഇനിയും 2-3 ദിവസം. അത്യാവശ്യം ചെലവെങ്കിലും വെക്കണ്ടേ? എന്ത് കിട്ടി? എന്താ തന്റെ പേര്? ഇനി അങ്ങനെ ചെയ്യില്ല സാർ. പേര് പറയണോ? വാസു. സംശയം വാസു എന്ന് ചിലർ. കൃഷ്ണൻ, ഉമ്മർ. അറിയാം, താനല്ലേ ഇവരെ അയച്ചത്. വാസുവിന് എത്ര കുട്ടികളുണ്ട്? 3, 4. അതിലും സംശയമാണോ? 3 പേര് പുറത്ത്, ഒരാള് ലോക്കപ്പിലാണ്. അപ്പൊ ചെലവ് കൂടും. കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു പോലീസുകാരൻ ജീവിക്കാൻ സാധ്യമല്ല. എടോ, കൊള്ളയടിക്കണമെങ്കിൽ പഴയ കായങ്ങളും കൊച്ചുണ്ണി പോലെ വേണം. ഉള്ളവന്റെ കയ്യിൽ നിന്ന് പാവങ്ങളുടെ കീശ തപ്പരുത്. എടുത്തോ. സാർ, ഒരു സംശയം. സാറിന് ഇതിന് വല്ല ഷെയറും ചേർക്കുന്നു? വത്സല എല്ലാം നോക്കിക്കൊള്ളണേ. ഇനി എന്റെ ഗുമസ്തനെ കണ്ടാ മതി. മോന് നല്ല പനിയുണ്ട്. അതിന് ഞാൻ ഡോക്ടറല്ലല്ലോ. വൈകിട്ട് കോളേജ് വിട്ട് വരില്ലേ, കൊണ്ടുപോയി കാണിക്കാരെന്ന് വെച്ചാൽ. ഉഷേ, നീ അച്ഛനെ എഴുതിയില്ലേ? താമസിച്ചാൽ വസ്തു വേറെ ആണുങ്ങൾ വാങ്ങിക്കും. എന്റെ കക്ഷികളായതുകൊണ്ടാണ് വില കുറച്ച് തരുന്നത്. ഒരു ഡിസ്പ്യൂട്ടുള്ള എസ്റ്റേറ്റ് ആണ്, ചുളു വിലക്ക് കിട്ടും. തൽക്കാലം ഒരു 3 ലക്ഷമെങ്കിലും അച്ഛനോട് വാങ്ങിക്കേ.
ബാക്കി ഞാൻ ഒപ്പിച്ചോളാം. നിങ്ങൾ തന്നെ ചോദിച്ചോളൂ, എനിക്ക് കഴിയില്ല. നിങ്ങളെന്നെ ക്വാർട്ടേഴ്സിൽ തിരക്കെന്ന് പറഞ്ഞു. ഇരിക്കൂ. അത്യാവശ്യ കാര്യമാണെന്ന് ആ തിരുമേനിയാ പറഞ്ഞു. ഉവ്വ്, നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളത് കോടതിയിൽ വെച്ചാണ്. പിന്നെ ഇന്നലെ ഇവിടത്തെ ബഹളത്തിനിടയ്ക്ക് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പറയൂ, എന്താ വേണ്ടത്? മടിക്കണ്ട, എന്നാൽ കഴിയുന്ന എന്ത് സഹായവും. അച്ഛാ, എന്തിനാ മനുഷ്യരോടെ കയറ്റിയത്? അരുത് മിസ്റ്റർ നമ്പൂതിരി, ഞാൻ പോകുന്നു. വെക്കൂ, അവൾ പറഞ്ഞ കാര്യമാക്കിയെടുത്ത. ഇതുവരെ ഞാൻ അനുഭവിച്ച വേദനയിലധികം ദൈവം ഒരാൾക്കും കൊടുക്കില്ലെന്ന് കരുതിയവളാ ഞാൻ. പിന്നെയും ഏതൊരു മനുഷ്യനെ ഞാൻ കൂടുതൽ വെറുത്തുവോ എന്നും അയാളുടെ മുഖം തന്നെ കാണേണ്ട ഗതികാരാണ് എനിക്ക് വിധിച്ചത്. മോളെ കൊണ്ട് പറയിപ്പിക്കാനാണ് എന്നെ തിരക്ക് അങ്ങോട്ട് വന്നത്. ക്ഷമിക്കണം സാർ, അച്ഛാണമുണ്ടരുത്. എന്നെ അനുസരിക്കില്ലെന്നായോ നീ? എനിക്ക് പറ്റൂ സാർ. ഞാനൊരു സഹായം ചോദിക്കുകയായിരുന്നു. വേദജ്ഞർ കൽപ്പിച്ച കർമാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഋതുക്കായിട്ടല്ല, ഒരു സാധു ബ്രാഹ്മണനായിട്ട്. പറഞ്ഞാൽ ദേഹി ഒടിഞ്ഞ ദേഹത്തെ എങ്ങനെയും നശിപ്പിക്കാം. ജഡത്തിന് അരണി കടഞ്ഞ അഗ്നിയും അടുമരം കത്തിച്ച തീയും ഈ മണ്ണും തീർത്ഥവും ചളിക്കുണ്ടും ഒക്കെ ഒരുപോലെയാണ്. എന്നാൽ ദേഹം വെടിഞ്ഞ ആത്മാവിന് മുക്തി നേടാൻ ഇഹത്തിൽ ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യണം. ഈ സാധു ബ്രാഹ്മണൻ സാറിനോട് യാചിക്കുന്ന ഭിക്ഷ അതാണ്. എന്റെ മകന്റെ ആത്മാവ് ഗതി കിട്ടാതെ അറിയാതിരിക്കാൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം. പറയൂ സാർ, എവിടെയാണ് അവന്റെ ദേഹം നശിപ്പിച്ചത്? എനിക്കറിയില്ല. എവിടെയാണ് അവന്റെ അവശിഷ്ടങ്ങളുള്ളത്? ഒരു കരുണ അസ്ഥിയോ ഒരു തുള്ളി ചാരുപോത്താനും എന്നോട് ചോദിക്കരുത്. ഇല്ലെങ്കിൽ ഈ മുട്ടന്റെ ശാപം തനിക്ക് കേൾക്കും. താനും തന്റെ കുടുംബവും മുടിയും. ഇയാളൊരു പുല്ല് എനിക്ക് നൽകില്ല. അവനെ ചുട്ടതും കരിച്ചതും കയത്തിൽ കെട്ടി താഴ്ത്തതും ഞാനല്ല.